everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയുടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് റിലേഷൻഷിപ്പ് ഉള്ള ഏതൊരു വ്യക്തിയുടെയും ഒരു ആഗ്രഹമായിരിക്കും അവരിഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറുമായിട്ട് ഒരു നല്ല സ്ട്രോങ് കണക്ഷൻ ബിൽഡ് ചെയ്യണം എന്നുള്ളത്. സോ ഇങ്ങനെ സ്ട്രോങ് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നോക്കാം. ഒന്നാമത്തെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു വേ എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ ഒരു ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുന്ന ഒരു ചെറിയ സമയം ഉണ്ടായിരിക്കും. ചിലപ്പോൾ അതൊരു 1 hour ആയിരിക്കാം. പക്ഷേ ആ ഒരു സമയത്തെ മീനിങ് ആക്കി മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും സിമ്പിളായിട്ടും ആദ്യം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അടുത്തുള്ള ഒരു കഫേയിൽ പോകുന്നതായിരിക്കാം, ഒരു ചെറിയ വാക്കിന് പോകുന്നതായിരിക്കാം, ഒരു മൂവിക്ക് പോകുന്നതായിരിക്കാം. ഇങ്ങനെ നിങ്ങൾക്ക് 2 പേർക്കും ഒരുപോലെ എൻഗേജ്ഡ് ആവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ഡെയിലി ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ ചെറിയ ചെറിയ കാര്യമാണല്ലോ, അല്ലെങ്കിൽ അത് നമ്മൾ അത്ര അധികം എന്റർടൈൻ ചെയ്യേണ്ട എന്ന് കരുതി വിട്ടുകളയുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷെ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ നിങ്ങളെ ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്നത് ഈ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങളൊരു വാക്കിന് പോവുകയാണെങ്കിൽ ഒരാൾ ഫുൾ ടൈം ഫോണിലാണ്, ഒരാൾ മാത്രമാണ് അത് എൻജോയ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് അത്ര മീനിങ് ഫുൾ ആക്കി മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കില്ല. സോ നിങ്ങൾക്ക് ഒരുപോലെ എൻഗേജ്ഡ് ആവാൻ സാധിക്കുന്ന, ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ ഉണ്ടായിരിക്കും, ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് പോയിന്റ് നോക്കുന്നതിന് മുൻപായി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോപ്പർ ഗൈഡൻസ് വേണം, ആ റിലേഷൻഷിപ്പ് ഇഷ്യൂ സോൾവ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മാനിഫെസ്റ്റേഷൻ ഫോളോ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സപ്പോർട്ടിന് വേണ്ടി ഞങ്ങളുടെ ടീം നിങ്ങളെ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. സോ ആവശ്യമുള്ള ആളുകൾ കോൺടാക്ട് ചെയ്യുക. ഇനി രണ്ടാമത്തെ കാര്യമാണ്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കുക. അതേപോലെ തന്നെ അവരെ വേദനിപ്പിക്കുന്ന ഒരു ലാംഗ്വേജ് ഉണ്ടായിരിക്കും, അവരെ ഹേർട്ട് ചെയ്യുന്ന ലാംഗ്വേജ് ഉണ്ടായിരിക്കും. ഈ കാര്യവും നിങ്ങൾ മനസ്സിലാക്കണം. ലവ് ലാംഗ്വേജ് മനസ്സിലാക്കാൻ വളരെ സിമ്പിൾ ആണ്. അവർക്ക് എങ്ങനെയാണ് സ്നേഹം ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ അവർ സ്നേഹിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് തോന്നുന്നത് നിങ്ങൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്ന സമയത്താണ്, അല്ലെങ്കിൽ അവരോട് പെരുമാറുന്ന സമയത്താണ്. നിങ്ങൾ ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കുന്ന സമയത്താണോ അവർ കൂടുതൽ സന്തോഷിക്കുന്നത്, അതോ നല്ല വാക്കുകൾ പറയുന്ന സമയത്ത് സന്തോഷിക്കുന്നുണ്ടോ, അവരോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുമ്പോഴാണോ സന്തോഷിക്കുന്നത്, അതോ അവർക്ക് വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോഴാണോ സന്തോഷിക്കുന്നത്? ഇങ്ങനെ എന്താണ് അവരുടെ ലവ് ലാംഗ്വേജ്, ഇതിലേതാണ് അവരുടെ ലവ് ലാംഗ്വേജ് എന്നുള്ളത് മനസ്സിലാക്കുക. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതേ രീതിയിലാണ് നിങ്ങൾ അവരോട് സ്നേഹം പ്രകടിപ്പിക്കേണ്ടത്. അങ്ങനെയാവുമ്പോൾ അവർക്ക് നിങ്ങളുടെ സ്നേഹം കൃത്യമായി ഫീൽ ചെയ്യാൻ സാധിക്കും. ഇതേപോലെ നിങ്ങൾ എന്ത് പറയുന്ന സമയത്താണ്, അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനെ പെരുമാറുമ്പോഴാണ് അവർക്ക് വേദനിക്കുന്നത്, അല്ലെങ്കിൽ അവർ തകർന്നു പോകുന്നത് എന്ത് ചെയ്യുമ്പോഴാണ്? നിങ്ങൾ അവരെ അവോയ്ഡ് ചെയ്യുന്ന സമയത്താണോ, ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്താണോ, അതോ ചെറിയ ചെറിയ കള്ളങ്ങൾ പറയുന്ന സമയത്താണോ? ഇങ്ങനെ എന്ത് പ്രവൃത്തിയാണ് അവരെ കൂടുതലായിട്ട് വിഷമിപ്പിച്ചത്, അല്ലെങ്കിൽ അവരെ ഒരു തകർന്നൊരവസ്ഥയിൽ നിങ്ങൾ കണ്ടത് എപ്പോഴാണ് എന്നുള്ളത് മനസ്സിലാക്കുക. സോ നിങ്ങൾക്ക് അവരുടെ ലവ് ലാംഗ്വേജ് മനസ്സിലാക്കാം, അവരെ എന്ത് കാര്യത്തിലാണ് അവർ കൂടുതൽ തകർന്നു പോകുന്നത്, വേദനിക്കുന്നത് എന്നും മനസ്സിലാക്കാം. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കിടയിൽ വളരെ വലിയൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കും. ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങൾ തമ്മിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇനി മൂന്നാമത്തെ കാര്യമാണ് സ്റ്റേ ക്യൂരിയസ്. ഒരു പക്ഷേ നമ്മൾ ഒരുപാട് നാളായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആണ്, ഒരുപാട് വർഷങ്ങളായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോഴെങ്കിലും ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് അവനെക്കുറിച്ച് അല്ലെങ്കിൽ അവളെക്കുറിച്ച് നന്നായി അറിയാം, അവൾ എങ്ങനെ ചിന്തിക്കും അല്ലെങ്കിൽ എങ്ങനെ പെരുമാറും കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് അറിയാം, അതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് കൂടുതലായിട്ട് അറിയാനും ഒന്നുമില്ല എന്നുള്ളൊരു തോന്നല് ഒരു പക്ഷെ നമ്മൾ ഇത് പറയുന്നുണ്ടായിരിക്കില്ല, പക്ഷെ ഇങ്ങനെ ഒരു തോന്നൽ ഉള്ളിലുണ്ടായിരിക്കും. നമ്മൾ തന്നെ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യം. പക്ഷെ എല്ലാ ആളുകളുടെ ലൈഫിലും പുതിയ പുതിയ കാര്യങ്ങൾ ഓരോ ദിവസവും സംഭവിക്കുന്നുണ്ട്. നമ്മുടെ പാർട്ട്ണറെ നമുക്ക് അത്രത്തോളം നന്നായി അറിയാം, ഇനി പ്രത്യേകിച്ച് ഒന്നും ചോദിക്കാനില്ല എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു ക്യൂരിയോസിറ്റിയോ ഫ്രഷ്നെസ്സോ ഒന്നും നമുക്ക് ഫീൽ ചെയ്യില്ല. നേരെ മറിച്ച് ഓരോ പുതിയ കാര്യങ്ങളും നമ്മുടെ പാർട്ട്ണറോട് ഷെയർ ചെയ്യാണ്, അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്, അവരുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിച്ചു, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് അവർ അതിനെ ഡീൽ ചെയ്തത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചോദിക്കും തോറും ഒരു ക്യൂരിയോസിറ്റി നമുക്കുണ്ടായിരിക്കും. മാത്രമല്ല അവരെ കുറിച്ച് ഇനിയും കൂടുതൽ അറിയാനുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കും. ഒരു പോസിറ്റീവായ രീതിയിൽ ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് കൊണ്ടുപോകാനും സാധിക്കും. സോ എല്ലാം അറിയാമെന്ന രീതിയിൽ അസ്യൂം ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെറ്റർ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇനിയും ഒരുപാട് അറിയാനുണ്ട്, അല്ലെങ്കിൽ ആ ഒരു ക്യൂരിയോസിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, ആ ഒരു ഫ്രഷ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് കണക്ഷൻ ബിൽഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു കാര്യം. നെക്സ്റ്റ് വൺ, പബ്ലിക്കിലായിരിക്കുന്ന സമയത്ത്
ഒരുപക്ഷെ നിങ്ങളുടെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആയിരിക്കാം. ഇങ്ങനെ ഒരു പബ്ലിക് സ്പേസിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ പരസ്പരം പ്രൊട്ടക്ട് ചെയ്യുക. അതായത് അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ പാർട്ട്ണറെ കളിയാക്കാനോ അല്ലെങ്കിൽ ഒരു ജോക്കായി കാണാനോ അല്ലെങ്കിൽ അവരെ ഇൻസൾട്ട് ചെയ്യാനോ ഒന്നും നിൽക്കരുത്. പകരം രണ്ടുപേരും പരസ്പരം പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം സംസാരിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിലുള്ള ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫൈനലി, നിങ്ങളുടെ ലൈഫിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്നുള്ള ഒരു കാര്യം മാത്രമല്ലാതെ നിങ്ങളുടേതായിട്ടുള്ള ഒരു ലൈഫ് നിങ്ങൾ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അതായത് നിങ്ങളുടേതായ ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരിക്കും, പാഷൻ ഉണ്ടായിരിക്കും, നിങ്ങളുടെ കരിയർ ഉണ്ടായിരിക്കും, ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, ഇങ്ങനെ നിങ്ങളുടേത് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അവർ ഓൺ എന്ന് പറയുന്ന ഒരു ലൈഫ് ഉണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ഒരു കണക്ഷൻ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയ രീതിയിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ സാധിക്കും, മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എനിവേസ്, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്